കാണുമ്പോൾ വല്ലാത്ത ദുഃഖം വന്നു പോകുന്ന വീഡിയോ. ഒരു ഹോസ്പിറ്റലിന്റെ മൂലയിൽ കൂട്ടിയിടപ്പെട്ട വേസ്റ്റ് കഷണങ്ങളെ പോലെ പ്രായം ചെന്ന അമ്മമാരും അച്ഛന്മാരും പ്രായം ചെന്ന മാതാപിതാക്കൾ ഒരു തുള്ളി വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുമ്പോൾ സന്ദർശിക്കാൻ വന്ന വീഡിയോ എടുക്കുന്ന ആളുകൾ ആ പ്രിയപ്പെട്ട പിതാവിന്റെ വായിലേക്ക് ഒരു തുള്ളി വെള്ളം ഇറ്റിച്ചു കൊടുക്കുമ്പോ ആ സഹോദരൻ തന്നെ പറയുന്നുണ്ട്, അതാ വായ പറ്റി വരണ്ടിരിക്കുകയാണല്ലോ, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. മറ്റൊരു പിതാവിനെ നോക്കുമ്പോ എഴഞ്ഞഴഞ്ഞ ബാത്റൂമിലേക്ക് കടന്നു പോകുന്നത്. കുടുംബത്തിന്റെ കാര്യം ചോദിക്കുമ്പോ, മക്കളുടെ കാര്യം ചോദിക്കുമ്പോ അല്ലാ, മക്കളില്ലാത്തത് കൊണ്ടല്ല സഹോദരങ്ങളെ, മക്കളില്ലാത്തത് കൊണ്ടല്ല. 5 മക്കളുണ്ട്. ആ പിതാവ് പറയുന്നു, എനിക്ക് 5 മക്കളുണ്ട്, ആരും തിരിഞ്ഞു നോക്കാറില്ല, മക്കളില്ല, ആശ്രയമില്ല. വൃദ്ധസദനങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ, പാശ്ചാത്യ നാടുകളെ കുറിച്ച് കേൾക്കുമ്പോ, അവിടെ പ്രായം ചെന്ന അമ്മമാരെ അച്ഛന്മാരെ വഴികളിൽ ഉപേക്ഷിക്കുമ്പോ അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വൃദ്ധസദനങ്ങളെ കുറിച്ച് പറയുമ്പോ നമ്മുടെ കേരളത്തിന്റെ പുതിയ ചരിത്രത്തിന്റെ അവസ്ഥ എന്താ? ഇന്ത്യ മഹാരാജ്യത്തിലെ സാംസ്കാരിക കേരളത്തിലെ പ്രിയപ്പെട്ട പ്രായം ചെന്ന അച്ഛനമ്മമാര് എവിടെയെല്ലാമോ ഉപേക്ഷിക്കപ്പെട്ടുകൊണ്ട് കടന്നു പോവുകയാണ്. ഒരു പ്രായം ചെന്ന മറ്റൊരച്ഛൻ പറയുന്നു, എന്നെ നോക്കാനില്ല, എന്നെ കാണാനില്ല, ഒരു തുള്ളി വെള്ളം തരില്ല, എനിക്ക് 2 മക്കളുണ്ട്, അവർക്ക് എന്നെ കണ്ടുകൂടാ, അവരെന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അല്ലാ. മറ്റൊരു പ്രായം ചെന്ന പ്രിയപ്പെട്ട പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ, എന്റെ വീട് പരിസരത്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട മക്കൾ എന്നെ നോക്കൂല്ല, എന്റെ അടുക്കലേക്ക് വരികയില്ല. ആ സഹോദരൻ പറയുന്നു, എന്റെ 2 മക്കൾ ഗൾഫുകാരാണ്, പക്ഷേ എന്നെ അവർക്ക് വേണ്ട. പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത ആ സാധുവായ പിതാവിന്റെ കണ്ണുകൾ കണ്ടപ്പോ നിറകണ്ണുകളോടെ കണ്ണു തുടച്ചിട്ടാ പ്രിയപ്പെട്ട പിതാവ് പറയുകയാ, എന്റെ 2 പ്രിയപ്പെട്ട മക്കൾ ഗൾഫിലാണ്, എന്നെ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒരു ഹോസ്പിറ്റലിന്റെ മൂലയിൽ സാംസ്കാരിക കേരളത്തിൽ കിടക്കുമ്പോ മറ്റൊരു പിതാവിന്റെ അടുക്കലേക്ക് മൈക്ക് കൊണ്ട് ചെല്ലുമ്പോ, എന്തിനാണ് മക്കള്, എന്തിനാണ് അവരെ കാണേണ്ടതില്ല, അവരുടെ അടുക്കലേക്ക് എനിക്ക് പോകേണ്ടതില്ല, അവരുടെ മുഖം എനിക്ക് കാണേണ്ടതില്ല, അവരുടെ വർത്തമാനങ്ങൾ എനിക്ക് കേൾക്കേണ്ടതില്ല. അത്രത്തോളം പ്രയാസമാണ് മക്കളുടെ കാര്യം. 4 പെൺമക്കളുണ്ടായിരുന്നു, അവരെ കെട്ടിച്ചു വിട്ടു, അവര് സന്തോഷത്തിൽ ജീവിക്കുകയാണ്. പ്രിയപ്പെട്ട പിതാവായ എന്റെ അവസ്ഥ വല്ലാത്ത ദുരിതമാണെന്ന് പറയുമ്പോ, ഹൃദയമുള്ളവരെ വളരെ ഗൗരവത്തിലും ആലോചിക്കണം. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കാൽച്ചുവട്ടടിയിലാണ് സ്വർഗ്ഗമെന്ന് ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അവിടെ ഓരോ ആളുകളുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോ, അതാ സഹോദരൻ പറയുന്നു, ഒരാളിന്റെ അടുക്കലേക്ക് വീഡിയോ കൊണ്ട് ചെല്ലുമ്പോ അയാൾ പുറത്തേക്ക് ഇറങ്ങി വീഡിയോയുടെ മുമ്പിൽ നിൽക്കാതെ മാറി നിൽക്കുകയാണ്. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോ, മറ്റുള്ള ആളുകൾ എന്റെ മുഖം കണ്ടാൽ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളുടെ മുമ്പിൽ എത്തുമ്പോ അവർക്ക് വിഷമമാകില്ലേ, അവർക്ക് ദുഃഖമാകില്ലേ, അവർക്ക് ആക്ഷേപമാകില്ലേ? മറ്റുള്ള ആളുകൾ എന്റെ പ്രിയപ്പെട്ട മക്കളെ കുറ്റപ്പെടുത്തില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ ഒരിറ്റ് വെള്ളം കൊടുക്കാതെ പട്ടിണിക്കിട്ട് പുറത്തേക്ക് ഇറക്കി വിട്ട പ്രിയപ്പെട്ട ഒരു പിതാവിന്റെ ആ മനസ്സിന്റെ വിശാലത കാണോ? ആ സഹോദരങ്ങൾ പുറത്തുപോയി നിൽക്കുകയാ. അതാ പുറത്തേക്ക് കടന്നു വരുമ്പോ അതാ വല്ലാതെ രോഗശയ്യയിൽ കിടക്കുന്ന മറ്റൊരമ്മയെ കാണുകയാണ്. അമ്മയോട് ചോദിക്കുമ്പോ, ചോദിച്ചറിയുമ്പോ 8 ആളുകൾ, 8 മക്കളുണ്ട്. അതാ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. ഈ പാവപ്പെട്ട അമ്മയെ അവർക്ക് വേണ്ട മക്കളെ എന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ, അല്ലാഹ് പടച്ചതമ്പുരാ, സ്വർഗത്തിലേക്ക് പോകാൻ സ്വർഗ കവാടങ്ങളായി ദുനിയാവിൽ വെച്ച പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ടല്ലോ, അവരെ മാറ്റി നിർത്തിയിട്ടൊരു സന്തോഷമുണ്ടോ? അവരെ മാറ്റി നിർത്തിയിട്ട് ഏതെങ്കിലും സന്തോഷത്തിന്റെ ലോകം വെട്ടിപ്പിടിക്കാനാകുമോ? അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട പല മാതാപിതാക്കളും മരണപ്പെട്ട് മണ്ണോട് ചേർന്ന് പോയിട്ടുണ്ടല്ലോ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ.